എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വെറൈറ്റി കളർ ബുള്ളറ്റുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ മുന്നിൽ ഇരിപ്പുണ്ട്. ജസ്റ്റ് റീസ്റ്റോർ ചെയ്ത് വാഷിംഗ് കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയിട്ടേ ഉള്ളൂ. സോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ഒരു വണ്ടിക്ക് എന്തൊക്കെ സ്പെയറാണ് മാറ്റിയിട്ടുള്ളത്, അതുപോലെ തന്നെ എത്ര രൂപ ആയിട്ടുണ്ട്, ലേബർ കോസ്റ്റ് എത്രയാണ്, പ്ലേറ്റിംഗ് പാർട്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് എത്രയാണ്, ടോട്ടൽ കോസ്റ്റ് എത്രയാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഏത് വർഷത്തെ വണ്ടിയാണ്? 2016. പുതിയ മോഡലാണ് അല്ലേ? ഓക്കെ, എന്തായിരുന്നു കാണുന്നത് റീസ്റ്റോർ ചെയ്യാൻ? ഇത് ആക്ച്വലി 76 കിലോമീറ്റർ ഓടി വണ്ടി. ഇത് ആലപ്പുഴയുള്ള വണ്ടിയാണ്. ഇത് ആലപ്പുഴ. അപ്പൊ ഇതിന്റെ കസ്റ്റമർ പുറത്തായിരുന്നു. നമ്മളെ വീഡിയോ കണ്ടിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു 2 മാസം ടൈമാണ് പറഞ്ഞത്. പക്ഷെ കുറച്ച് ഡിലേ ആയി. ഒരുപാട് ഡിലേ ആയില്ല. എത്ര മാസമായി? 3 മാസം അടുപ്പിച്ചാവും. അപ്പൊ ഞാനന്നേ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഷീമ്പായി കുഴപ്പമില്ല, എനിക്ക് നിങ്ങൾ തന്നെ വർക്ക് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഓക്കെ ശരി ചെയ്യാന്നുള്ള മൈൻഡ് ആയത്. ഒരു മാറ്റ് ഫിനിഷ് അല്ലേ? മാറ്റ് ഫിനിഷ്. പുള്ളി ആയാലും വെറൈറ്റി കളർ അടിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതിന് മുന്നേ 2 വണ്ടിക്ക് കളർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അതിനൊക്കെ മുന്നേ. അപ്പൊ ഞാൻ ആ ഫോട്ടോ മനസ്സിലായി, ഒരു യൂസർ റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞ വണ്ടി ഈ കളറല്ലേ? ഈ കളർ. അപ്പൊ ഫോട്ടോ കാണിച്ചപ്പോ പുള്ളി പറഞ്ഞു നമുക്ക് ആ കളർ ചെയ്യാം. അങ്ങനെ ചെയ്തതാണ്. ഇത് ഏത് ഗ്രീൻ ആണ് ആക്ച്വലി? ഇത് മാറ്റ് ഗ്രീൻ, എലിഫന്റ് ഗ്രീൻ, അങ്ങനെയൊക്കെ. എലിഫന്റ് ഗ്രീൻ, ഒരു സേജിന്റെ ഒരു ലുക്ക് ആണ് എനിക്ക് തോന്നുന്നത്. സേജ് ഗ്രീൻ. വെയിലത്തിരിക്കുമ്പോഴത്തേക്ക് ഒരു യെല്ലോയിഷും വരുന്നുണ്ട്. ആണോ? ഓക്കേ ഓക്കേ. ഫുൾ ഗ്രീൻ. ഓക്കേ. ഇപ്പോ ഫോണിലൂടെ കാണുമ്പോൾ ഏത് ഷെയ്ഡ് കാണുന്നെന്ന് അതെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഓക്കേ, എന്തൊക്കെ സ്പെയറാണ് മാറ്റിയിട്ടുള്ളത്? ഇതിൽ എൻ്റെ അടുത്ത് എന്തൊക്കെ മാറാൻ പറ്റുമോ അതെല്ലാം മാർക്കുമെന്നാണ് പറഞ്ഞത്. പുള്ളി ആദ്യം മെയിനായിട്ട് പറഞ്ഞത് ഇതിൽ 2 സീറ്റ്, ഈ സീറ്റ് അസംബ്ലി മാറി, ഇത് സീറ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ. മനസ്സിലായി. പിന്നെ മാറിയത് ഫ്രണ്ട് ബാക്ക് മഡ്ഗാർഡ് തുരുമ്പേറിയിട്ട് പകുതി വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. പിന്നെ അത് 2 മാറ്റിയിട്ടുണ്ട്. പിന്നെ സാരി ഗാർഡൊക്കെ പെയിന്റ് ചെയ്തതാണ്. പിന്നെ നമ്മള് സൈലൻസർ സൗണ്ട് ഇല്ലാത്ത കമ്പനി സൈലൻസർ ആയിരുന്നു. പുള്ളിക്ക് സൗണ്ട് ഉള്ള വേണമെന്ന് പറഞ്ഞു, അത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്രാഷ് ഗാർഡ് 2 സ്പോക്സ് മാറി, കമ്പി, റിമ്മിന്റെ കമ്പി, സ്റ്റിക്കർ, ബ്രാക്ക് പെഡലി, പിന്നെ സ്പീഡോമീറ്റർ, ലോക്ക് സെറ്റ്, സ്വിച്ചസ് ഒക്കെ മാറി. പുള്ളിക്ക് എല്ലാം മാറണമെന്ന് പറഞ്ഞു. മീറ്ററിന്റെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഷീന കുഴപ്പമില്ല, എനിക്ക് പുതിയത് വേണമെന്ന് പറഞ്ഞു. ടയർ പുള്ളി അങ്ങ് പോയിട്ട് മാറാന്ന് പറഞ്ഞു. അപ്പോൾ സ്പെയറിന് ഇപ്പോൾ എല്ലാം കൂടി എത്ര ആയിട്ടുണ്ട്? ശരിക്കും ഇതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ബില്ല് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. വണ്ടിയുടെ വർക്ക് കഴിഞ്ഞ് കഴുകി ഇറക്കി കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 10-35-40 രൂപ സ്പെയർ ആവുമെന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് ജസ്റ്റ് ഒന്ന് പോയതിനു ശേഷം പറഞ്ഞു ഞാൻ പറയാം. കാർബറേറ്റർ, വയറിംഗ് കിറ്റ് എല്ലാം മാറിയിട്ടുണ്ട്. ഫുള്ള് മാറി. ടോട്ടലി പുള്ളിക്ക് ഔട്ട് ആൻഡ് ഔട്ട് മാറാൻ പറഞ്ഞ സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ സ്പെയർ എല്ലാം കൂടി ഒരു 30-40 രൂപ എന്തായാലും ആയി. ഓക്കെ, അതിനുശേഷം പെയിന്റിങ് മാറ്റിന് എക്സ്ട്രാ പൈസ ഇല്ല? അതിനൊന്നും ഒരു വ്യത്യാസമില്ല. 14. അപ്പോൾ പക്ഷേ ഈ ലൈൻ വരച്ചിട്ടില്ല? ലൈനൊന്നും വരച്ചിട്ടില്ല, സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചതാണ്. ഓക്കെ, ഈ ഒരു മാറ്റിന്റെ പ്രശ്നം ഇപ്പോൾ എൻ്റെ 100ന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ഇളവുന്നൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ഇല്ല. ഓക്കെ, നല്ല ക്വാളിറ്റി ഉള്ള പെയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിൽ പ്രശ്നമില്ല. ഇത് സ്റ്റിക്കർ അല്ലേ, റോയൽ എൻഫീൽഡിന്റെ? അത് നമ്മൾ ചെയ്തതാണ്. ഇത് പക്ഷേ ആ ഒരു ഫിനിഷിംഗ് എന്തായാലും ചെറിയൊരു പ്രശ്നമുണ്ട്. അതുണ്ട്, അത് അതിന് വരും. അതെ, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റിന് ഒട്ടിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വല്ലതും വെച്ച് ഒട്ടിക്കേണ്ടി വരും. അതെ, വൃത്തികേടായിരിക്കും. ഓക്കെ, ഇപ്പോൾ പക്ഷെ എന്തായാലും ലുക്ക് ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇനി പ്ലേറ്റിംഗ് പാർട്സ് എന്തൊക്കെയാണ്? പ്ലേറ്റിംഗ് നമ്മൾ എഞ്ചിൻ പാർട്സ് ഫുള്ളി പ്ലേറ്റ് ചെയ്യാൻ പാർട്സ്, പിന്നെ ബെൻഡ് പൈപ്പ്, ബ്രാക്ക് പെഡല്, ഇതെല്ലാം പ്ലേറ്റിംഗ് ആണ്. ഓക്കെ, ബഫിംഗ് ഒന്നുമില്ല അല്ലേ? ബഫിംഗ് ഇല്ല. പിന്നെ 2 റിമ്മ്, ഫ്രണ്ട് ബാക്ക് റിമ്മൊക്കെ പ്ലേറ്റ് ചെയ്താണ്. സ്റ്റംപ് ബഫ് ചെയ്തു, ഇത് 2 ബഫ് ചെയ്തു. ഓക്കെ. അപ്പോൾ എത്രയായി പ്ലേറ്റിംഗ്? 17 സംതിങ് പ്ലേറ്റിംഗ് എല്ലാം കൂടി ആയിട്ടുണ്ട്. പിന്നെ ലേബർ എന്ന് പറയുന്നത് എന്തായാലും 10 രൂപ. എഞ്ചിൻ പണിയൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, വണ്ടി കണ്ടീഷൻ ആയിരുന്നു? വണ്ടി കണ്ടീഷൻ ആയിരുന്നു, പക്ഷെ പുതിയൊരു രീതിയിൽ ചെയ്യണമായിരുന്നു പുള്ളിക്ക്. ഓക്കെ, അപ്പോൾ എല്ലാം കൂടി ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര ആയിട്ടുണ്ടാവും? ടോട്ടൽ എനിക്ക് തോന്നുന്നു 40, 17, 57, 65, 90 റേഞ്ച് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, എന്തായാലും ഒരു 90 രൂപക്കകത്തല്ലേ? പക്ഷേ ഇതിൽ ഏറ്റവും ആദ്യം മാറ്റ് അടിച്ച് ഇറക്കിയ വണ്ടിക്ക് 36,000 രൂപ കോസ്റ്റ് ആയിട്ടുള്ളൂ. ഇതേപോലെ നമ്മൾ ബഡ്ജറ്റ് ഇട്ട് ചെയ്തതാണ്. പുള്ളി പറഞ്ഞു, ഇതിന് എൻ്റെ 35,000 രൂപയുണ്ട്, ഈ ഫോട്ടോ കാണിച്ചിട്ട് എനിക്ക് ഇതുപോലെ ചെയ്തു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്താണ്. നമുക്ക് അങ്ങനെയും ചെയ്യാം, രണ്ട് രീതിയിലും ചെയ്യാം. പിന്നെ പല വണ്ടിയുടെ ഇപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടപ്പോൾ നമുക്ക് ഒരുപാട് റേറ്റ് ആയെന്ന് പറഞ്ഞ് ഞാൻ കമന്റ്സ് കണ്ടു. ശരിക്കും കസ്റ്റമർ ആഗ്രഹത്തിന്റെ പുറത്താണ് ഇതെല്ലാം മാറുന്നത്. അവർ മാറാൻ പറഞ്ഞാലേ നമ്മൾ മാറും, നമ്മുടെ ഇഷ്ടത്തിന് മാറത്തില്ല. പിന്നെ ഒരാൾ കമന്റ് ചെയ്യുന്നുണ്ട്, സ്പെയർ പാർട്സ് വിറ്റ് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് സ്പെയർ പാർട്സ് ഇല്ല, ആക്ച്വലി പെയിന്റിങ്ങും ഇല്ല, എനിക്ക് മെക്കാനിക്ക് മാത്രമേ ഉള്ളൂ.
അപ്പോൾ കസ്റ്റമർ ഇതിന്റെ കേസ് ഇപ്പൊ ക്രാഷ് കാർഡ് ഇതിൽ ഓൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിളിച്ചു വെച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഷീജിന്റെ യുക്തിക്ക് ഷീജിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു സാധനം സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. അത് മിക്ക കസ്റ്റമേഴ്സും അങ്ങനെയാണ് പറയണത്. അവരുടെ ഇഷ്ടത്തിന് നമ്മൾ പാർട്സ് മാറുന്നു. അതെ, അത്രേ ഉള്ളൂ. അല്ല നമ്മളെ ഇഷ്ടത്തിന് ഒന്നും ചെയ്യുന്നതല്ല. അതാണ് ഏത് വണ്ടിയാണ്. പിന്നെ കമന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇഷ്ടമുള്ളത് പലരും പറയും. അതിപ്പോൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമ്മൾ അതുപോലെ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു ഓൾമോസ്റ്റ് ഒരു 80,000 റുപ്പീസാണ് ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് ടോട്ടൽ കോസ്റ്റ് ആയിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ കളർ ഒരു വെറൈറ്റി തന്നെയാണ്. സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വീഡിയോയുടെ കമൻ്റ് ആയിട്ടിടണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ആ ഒരു 2016 മോഡൽ ക്ലാസിക് ആ ഒരു റീസ്റ്റോർ ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഷിജിൻ്റെ വർക്ക്ഷോപ്പ് വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കടയ്ക്കാവൂർ എന്ന സ്ഥലത്താണ്. കടയ്ക്കാവൂർ ചെക്കാല ഭാഗത്ത്. ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ ബുള്ളറ്റ് സോൺ കടയ്ക്കാവൂർ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഷിജിൻ്റെ ആ ഒരു ലൊക്കേഷൻ കിട്ടുന്നതാണ്. കൂടാതെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ബുള്ളറ്റ് റീസ്റ്റോറേഷൻ ആയിക്കോട്ടെ, ഇനി അതല്ല ബുള്ളറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇഷ്യൂസും ഷിജിൻ റിസോൾവ് ചെയ്തതാണ്. സോ ഉറപ്പായിട്ടും ഷിജിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ട് അറിയിക്കുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് കൺസിഡർ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.